മഹാരാഷ്ട്രയിലെ 288 മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഫലം വരുമ്പോൾ 214 മുനിസിപ്പാലിറ്റികളിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യമാകട്ടെ 49 സീറ്റുകളിൽ കിടന്ന് കിതയ്ക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ നേടിയ മുനിസിപ്പാലിറ്റികളുടെ വിശദാംശങ്ങൾ പറയാം. BJPക്ക് ഏതാണ്ട് 288-ൽ 214 ഇടത്ത് BJP നേതൃത്വം നൽകുന്ന ഈ മഹായുതി സഖ്യം ലീഡ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 118 ഇടത്ത് BJPയും 59 ഇടത്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും അതുപോലെ 37 സ്ഥലത്ത് NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, അത് അജിത് പവാർ നയിക്കുന്നതാണ്, ആ പാർട്ടിയും ലീഡ് ചെയ്യുന്നു. BJP 118, ശിവസേന ഷിൻഡെ 59, NCP ശരത് പവാർ 37. എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മഹാരാഷ്ട്ര വികാസ് അഘാഡി MVA എന്ന് പറയുന്ന ആ സഖ്യം നിലവിൽ 49 മുനിസിപ്പാലിറ്റികളിലാണ് ലീഡ് ചെയ്യുന്നത്. അതിൽ കോൺഗ്രസ് ആകട്ടെ 32 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. 253, അതായത് 288 മുനിസിപ്പൽ കൗൺസിലുകളിൽ 253 ഇടത്താണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 214 ഇടത്താണ് മഹായുതി സഖ്യം ലീഡ് ചെയ്യുന്നത്. നിലവിൽ മഹായുതി സഖ്യമാണ് ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ 3 ഇടത്ത് എതിരില്ലാതെ മഹായുതി സഖ്യം, BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഡിസംബർ 2-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. ഈ ഡിസംബർ 20-ന് ശനിയാഴ്ച രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. 21-ന് വോട്ടെണ്ണി റിസൾട്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും മഹായുതി സഖ്യം വർദ്ധിത വീര്യത്തോടെ, പൂർവാധികം ശക്തിയോടെ അധികാരത്തിൽ മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മഹാവികാസ് അഘാഡിയാകട്ടെ തകർന്നടിയുന്ന ദൃശ്യമാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ശിവസേന, അതുപോലെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന 8 ഇടത്ത് ലീഡ് ചെയ്യുന്നു. അതുപോലെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP 9 ഇടത്ത് ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 32 മുനിസിപ്പാലിറ്റികൾ ലീഡ് ചെയ്യുന്നു, മുനിസിപ്പൽ കൗൺസിലുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഈ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പൂർണ്ണമായും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം നേടിയ ആധികാരിക വിജയം ആവർത്തിക്കുകയാണ് ഈ മുനിസിപ്പൽ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും. അവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി, ശിവസേന ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ ശരത് പവാറിൻ്റെ NCPയുടെയും അഡ്രസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ഞെങ്ങി ഞെരുങ്ങി 32 കൗൺസിലുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരുടെയും സ്ഥിതി ഗതി വളരെ കഷ്ടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര തൂത്തുവാരുന്ന BJP തൂത്തുവാരുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.